കിട്ടിയില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞില്ലേ, കൊണ്ട് പോട്ടെന്നേ. പിന്നെ എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. ആ സാരമല്ല, പോട്ട്. സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ എന്ത്, നിനക്ക് പ്രയോജനപ്പെട്ടില്ലേടാ? ഇങ്ങനെ പ്രയോജനപ്പെട്ടെന്ന് ഇവിടെ പെട്ടെന്ന് വീട്ടിൽ വരാൻ പറ്റിയില്ല എനിക്ക്. എടി എല്ലാം കൂടെ കണക്കും കൂട്ടി പലിശ സഹിതം എടി നോട്ടീസ് അയച്ചത്. പിന്നെ മാങ്ങാപ്പിച്ച് തേങ്ങാപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് പറയണത്. മൊത്തത്തിൽ എത്ര രൂപ പറ? മൊത്തത്തിൽ 2.5 ലക്ഷം ഉണ്ടോ കയ്യില്? തരുവോ? അത്രേ ഉള്ള. അപ്പൊ 2.5 ലക്ഷം രൂപ വേണം. അത് കൂട്ടിയാൽ കൂടൂല, അത് വിട്ടരേ. ഒരു 1.5 ആണെങ്കിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചിട്ട് വിട്ടളായത്. ചേച്ചി, ഇവക്ക് ഡാൻസ് കളിക്കാനുള്ള ആരോഗ്യമുണ്ടോ? കേശവനി രാവിലെ തൊട്ട് ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കുവാണ്. നീ ചുമ്മാ പാർക്കുട്ടി എടുത്ത് പറയുന്ന പോലെ എന്റെ അടുത്ത് പറയാൻ നിൽക്കരുത്. എടി, എനിക്ക് പാർക്കുട്ടി നീയൊക്കെ ഒരുപോലെ തന്നെ. 5ാം ക്ലാസ്സിൽ പഠിക്കണം ഞാൻ അവിടെ കിടക്കണ്. 1 വയസ്സ് പോലും ആവാത്ത പാർക്കുട്ടി അവിടെ കിടക്കുന്നു. പാർക്കുട്ടി ആ മുറി കിടക്കുന്നുണ്ട്. അമ്മുമ്മേ, പണ്ട് നെയ്യാറ്റിങ്ങനെ ഒരു പട്ടിയില്ലായിരുന്നോ? ആ കഥ അച്ഛൻ പറഞ്ഞിട്ട് വരാൻ. കള്ളക്കഥയാ മക്കള് വരുന്ന പഠിക്കേ. അയ്യോ അമ്മ വലിയ ചെമ്പമ്പട്ടി രാത്രി നമ്മളെ വീട്ടിൽ വരില്ലായിരുന്ന ഒരു ചെമ്പമ്പട്ടി. അമ്മ ഓർമ്മയില്ലേ? ഓർത്തിരിക്കാൻ നമ്മുടെ ബന്ധുവല്ലേ ചെമ്പമ്പട്ടി. ഒന്ന് പോടാ അവിടുന്ന്.